നമസ്കാരം. നാഷണൽ ചെസ് അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പിന്നാണ്. പിൻ, PIN. എന്താണ് പിൻ? പിന്നെ വളരെ എളുപ്പമാണ്. വാല്യൂ കുറഞ്ഞ പീസിന്റെ പുറകിൽ വാല്യൂ കൂടിയ പീസ് ഇരിക്കുകയും അതിനെതിരെയുള്ള അറ്റാക്കിനെ നമ്മൾ പിൻ എന്ന് പറയും. ഇവിടെ ബിഷപ്പ് C5 കളിക്കുകയാണെങ്കിൽ, വൈറ്റിന്റെ മൂവ് ആണ്. ബിഷപ്പ് C5 കളിക്കുകയാണെങ്കിൽ നമുക്ക് ക്യൂന് അറ്റാക്ക് കൊടുക്കാം. പുറകിൽ കിങ് ഇരിക്കുകയാണ്, അല്ലെ? അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, വാല്യൂ കുറഞ്ഞ പീസ് ക്യൂനാണ്, പുറകിരിക്കുന്ന പീസ് കിങ് ആണ്. അപ്പൊ കിങ്ങിനേക്കാളും വാല്യൂ ക്യൂന് കുറവാണ്, അല്ലെ? അപ്പൊ വാല്യൂ കുറഞ്ഞ പീസിന്റെ പുറകിൽ വാല്യൂ കൂടിയ പീസ് ഇരിക്കുകയും അതിനെതിരെയുള്ള അറ്റാക്കിനെ നമ്മൾ പിൻ എന്ന് പറയും. എന്താണ് പിൻ? അപ്പൊ ഈ പൊസിഷനിൽ ക്യൂനെ നമുക്ക് ലീഗലായിട്ട് മാറ്റാൻ പറ്റൂല, അല്ലെ? പുറകിൽ കിങ് ആണ് ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ അബ്സല്യൂട്ട് പിൻ എന്ന് പറയും. എന്താണ് അബ്സല്യൂട്ട് പിൻ? കാരണം ലീഗലായിട്ട് ക്യൂനെ മാറ്റാൻ പറ്റില്ല, ചെക്ക് ആവും, അല്ലെ? അപ്പൊ ഇതിന് നമ്മൾ എന്ത് പേര് പറയും? അബ്സല്യൂട്ട് പിൻ എന്നാണ് പറയുന്നത്. പിന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് അബ്സല്യൂട്ട് പിന്നും ഒന്ന് റിലേറ്റീവ് പിന്നും. ഇപ്പോ ഈ കിങ്ങിന്റെ സ്ഥാനത്ത് ഞാൻ വേറൊരു പൊസിഷൻ വെക്കുകയാണ്. ക്യൂനെ എടുത്ത് വെക്കുകയും ഒരു റൂക്കിനെ എടുത്ത് ഫ്രണ്ടിലും കൂടി വെച്ചെന്ന് വെച്ചു. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയേ, ഫ്രണ്ടിൽ ഇരിക്കുന്ന പീസ് വാല്യൂ കുറഞ്ഞ പീസും പുറകെ ഇരിക്കുന്ന വാല്യൂ കൂടിയ പീസുമാണ്. അപ്പം വാല്യൂ കുറഞ്ഞ പീസിന്റെ പുറകിൽ വാല്യൂ കൂടിയ പീസ് ഇരിക്കുകയും അതിനെതിരെയുള്ള അറ്റാക്കിന് എന്ത് പേര് പറയും? പിൻ. പിന്നെ നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു, അബ്സല്യൂട്ട് പിന്നും റിലേറ്റീവ് പിന്നും. കിങ് ആണ് പുറകിലിരിക്കണമെങ്കിൽ അബ്സല്യൂട്ട് പിന്നും, വേറെ പീസാണ് പുറകിലിരിക്കണമെങ്കിൽ റിലേറ്റീവ് പിന്നുമാണ്. മനസ്സിലാക്കാൻ എളുപ്പത്തിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത്. ഓക്കെ. അതുപോലെ ഇവിടെ ലീഗലായിട്ട് റൂക്കിനെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും, അല്ലെ? ലീഗലായിട്ട് നമുക്ക് റൂക്കിനെ മാറ്റാം. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ റിലേറ്റീവ് പിൻ എന്നാണ് പറയുന്നത്. പക്ഷെ കിങ് ആണ് പുറകെ ഇരിക്കണമെങ്കിൽ നമുക്ക് ലീഗലായിട്ട് നമുക്ക് ഫ്രണ്ട് ഇരിക്കുന്ന പീസിനെ മാറ്റാൻ പറ്റില്ല. ഓക്കെ. ഇവിടെ വൈറ്റിന് ബ്ലാക്കിനെ പിന്നിന്റെ അടിയിലൂടെ തോൽപ്പിക്കാം. എങ്ങനെയാണ്? യെസ്, ബിഷപ്പ് A4. അപ്പം കണ്ടോ, റൂക്ക് ഇപ്പൊ പിന്നിലായിരിക്കുകയാണ്, കിങ് ആണ് പുറകെ ഇരിക്കുന്നത്. ഇത് അബ്സല്യൂട്ട് പിന്നാണോ റിലേറ്റീവ് പിന്നാണോ? യെസ്, അബ്സല്യൂട്ട് ആണ്, അല്ലെ? കാരണം കിങ് ആണ് പുറകെ ഇരിക്കുന്നത്. അപ്പൊ കിങ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ബിഷപ്പ് ഇൻറ്റു റൂക്കിനെ വെട്ടുന്നു, വൈറ്റ് വിൻ ആവുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ അബ്സല്യൂട്ട് പിന്നും റിലേറ്റീവിനെ പിന്നിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് പിന്നിന്റെ ഐഡിയ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.